ഹായ്, ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ഐസ്ക്രീം ഉണ്ടല്ലോ, റസ്ക് ഐസ്ക്രീം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 1/2 ലിറ്റർ പാലെടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 8-9 റസ്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു 10-12 ബദാം കൂടി ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടിയും ചേർത്തിട്ട് ഇനി ഫ്ലെയിം ഓൺ ആക്കാം. എല്ലാം കൂടി തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 1/3 കപ്പ് ഷുഗർ ചേർക്കുന്നുണ്ട്. ഞാൻ ഇവിടെ ചേർത്തിരിക്കുന്ന റസ്ക് കാർഡമം ഫ്ലേവർ ഉള്ളതാണ്. അതല്ലെങ്കിൽ കുറച്ച് കാർഡമം പൗഡർ ചേർക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഒരു തിക്ക് കൺസിസ്റ്റൻസിയിലായിരിക്കണം. അഥവാ ലൂസായിട്ട് തോന്നുവെച്ചാൽ 2 റസ്ക് കൂടി ചേർത്ത് കൊടുക്കാം. ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. സ്റ്റൗ ഓഫ് ആക്കിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി തണുത്ത് വരണം. ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാഷ്യൂനട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. കാഷ്യൂനട്ട് ഞാൻ കുറച്ച് കാരമൽ ചെയ്ത് എടുത്തതും അല്ലാണ്ട് പ്ലെയിൻ ആയിട്ട് എടുത്ത കാഷ്യൂനട്ട് ഇതൊന്ന് ക്രഷ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർക്കാം. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. കാരമൽ ചെയ്യുമ്പോൾ ഞാൻ കുറച്ച് ബട്ടറും കൂടി ചേർത്തിട്ടാണ് കാഷ്യൂനട്ട് കാരമൽ ചെയ്തത്. കുറച്ച് പൗഡർ ഫോം ആയി പോയിട്ടുണ്ട്. റസ്കിൻ്റെ മിക്സ് ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട്. ഇത് ഞാൻ മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഞാനിവിടെ ഇത് ഐസ്ക്രീമിൻ്റെ ബോക്സിൽ തന്നെയാണ് സെറ്റ് ചെയ്യാൻ വെക്കുന്നത്. ഇവിടെ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഒഴിക്കാം. ഇതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന നട്ട്സും കൂടി ചേർക്കാം. കാഷ്യൂനട്ട് ഇങ്ങനെ കാരമൽ ചെയ്ത് ചേർക്കുന്ന സമയത്ത് ഐസ്ക്രീമിന് ഒരു ബട്ടർ സ്കോച്ചിൻ്റെ ടേസ്റ്റും കൂടി കിട്ടും. ഞാനിതിവിടെ ഫോർക്ക് വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. കുറച്ച് ഐസ്ക്രീമിലേക്ക് നട്ട്സ് താഴോട്ടൊക്കെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു 8-9 മണിക്കൂർ ഫ്രീസറിൽ സെറ്റ് ചെയ്യാൻ വെക്കാം. ഐസ്ക്രീം ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇതെപ്പോഴും ഫ്രീസറിൽ നിന്ന് എടുത്ത് 2-3 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് വേണം സ്കൂപ്പ് ചെയ്തെടുക്കാൻ. വളരെ ടേസ്റ്റ് ഉള്ള ഒരു ഐസ്ക്രീമാണ്. മക്കൾക്കൊക്കെ എപ്പം വേണമെങ്കിലും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായം അറിയിക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക് യു.